ഹലോ. അപ്പം നമ്മളിന്നൊരു ചിക്കൻ തോരനാണ് കേട്ടോ ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി ഒരു തോരനാണ് കേട്ടോ ഇത്. അപ്പം നമുക്ക് എങ്ങനെയാണ് ഇത് ഉണ്ടാക്കണമെന്ന് നോക്കിയാലോ. വീട്ടിലേക്ക് പോകാമേ. അപ്പോൾ അതിനായിട്ട് നമ്മളിത് 250 ഗ്രാമോളം ചിക്കൻ ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് നന്നായി കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ ചെറിയ പീസാക്കി കട്ട് ചെയ്യാനായിട്ട് നോക്കണേ. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഒരു 100 ഗ്രാം ചെറിയ ഉള്ളി വേണം, പിന്നെ ഒരു പച്ചമുളക്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, പിന്നെ കുറച്ച് വെളുത്തുള്ളിയും അതുപോലെ തന്നെ തേങ്ങാക്കൊത്തുമാണ് കേട്ടോ. കുറച്ച് തേങ്ങാക്കൊത്തും എടുത്തിട്ടുണ്ട്. അപ്പോൾ വലിയ സൈസാണ് ഉള്ളിയെങ്കിൽ നമ്മൾ ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. മുഴുവൻ അങ്ങ് കട്ട് ചെയ്യണമെന്നില്ല, വലിയ സൈസുള്ളത് മാത്രം ഇതേപോലെ അങ്ങ് കട്ട് ചെയ്ത് കൊടുത്തിരുന്നാൽ മതി കേട്ടോ. അപ്പോൾ നമ്മൾ ചെറിയ ഉള്ളിയൊക്കെ ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വെളുത്തുള്ളിയും അതുപോലെ തന്നെ ഇഞ്ചി ഉണ്ടല്ലോ, അതൊന്ന് കല്ലിൽ വെച്ച് ചതച്ചെടുക്കണം കേട്ടോ. മിക്സിയിലിട്ട് കറക്കി പേസ്റ്റാക്കി എടുക്കണ്ട, ഇതേപോലെ അങ്ങ് ചതച്ചെടുക്കുന്നതായിരിക്കും നല്ലത്. പേസ്റ്റാക്കി എടുക്കുന്നതിനെക്കാട്ടിലും ടേസ്റ്റ് ഇതിനെ ഇതേപോലെ ചതച്ചെടുക്കുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മളിതാ ഇതേപോലെ അങ്ങ് ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ട തേങ്ങ എടുക്കാം. അപ്പോൾ അര മുറി തേങ്ങയിലേക്ക് ഒരു ടീസ്പൂൺ പെരിഞ്ജീരകവും അതുപോലെ തന്നെ 1 ടീസ്പൂൺ തന്നെ കുരുമുളകും 1 ടീസ്പൂൺ മുളക് പൊടിയും കൂടി ഇട്ടിട്ട് നമ്മളിതാ ഇതേപോലെ അങ്ങ് എടുത്തിട്ടുണ്ട് കേട്ടോ. ഒന്ന് ഒതുക്കി എടുക്കുക എന്ന് പറയില്ലേ, അങ്ങനെ എടുത്തിട്ടുള്ളൂ, അരച്ച് എടുക്കണ്ടേ. തോരനല്ലേ, അപ്പോൾ ആ ഒരു സൈസിൽ ടൈപ്പിൽ അങ്ങ് എടുത്തിരുന്നാൽ മതിയാവും. ഇനി നമുക്കൊരു ചട്ടിയിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് 1 ടീസ്പൂൺ കടുകിട്ട് അങ്ങ് പൊട്ടിച്ചെടുക്കാമേ. ഇനി നമ്മളിതിലേക്ക് ഒരു 2 വറ്റൽമുളക് കൂടി പൊട്ടിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ എടുത്ത് വെച്ചിരുന്ന തേങ്ങാക്കൊത്തുണ്ടല്ലോ, അതങ്ങ് ഇട്ട് കൊടുക്കാം കേട്ടോ. തേങ്ങാക്കൊത്ത് ഇടണമെന്ന് നിർബന്ധമില്ല, ഇട്ടാൽ ഒരു ടേസ്റ്റാണ്, അതുകൊണ്ട് ഇടണമെങ്കിൽ ഇടാം കേട്ടോ. ഇനി നമ്മൾ ചതച്ച് വെച്ചിരുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും നമുക്കിതിലേക്ക് പച്ചമുളക് ഉണ്ടല്ലോ, പച്ചമുളകിൻ്റെ അളവൊക്കെ കൂടുതൽ കൊടുക്കണമെങ്കിൽ കൊടുക്കാം കേട്ടോ. അപ്പോൾ എരിവ് അതിനനുസരിച്ചിട്ട് നമുക്ക് ഇതൊക്കെ കൂട്ടി കൊടുക്കാമേ. അപ്പോൾ ഒരു പച്ചമുളകും കട്ട് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ അരിഞ്ഞ് വെച്ചിരുന്ന നമ്മുടെ ചെറിയ ഉള്ളി ഉണ്ടല്ലോ, അത് ഇങ്ങോട്ടിട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ചെറിയ ഉള്ളിക്ക് പകരം സവോള വേണമെങ്കിലും ചേർക്കാം, പക്ഷേ ടേസ്റ്റ് എന്തായാലും ചെറിയ ഉള്ളി തന്നെയായിരിക്കും. അല്ലെങ്കിൽ ചെറിയ ഉള്ളി പകുതി സവോള പകുതി, അങ്ങനെ പകുതിയായിട്ട് എടുക്കണമെങ്കിൽ അങ്ങനെ എടുക്കാം കേട്ടോ. കുറച്ച് ചെറിയ ഉള്ളിയും കുറച്ച് സവോളയും അങ്ങനെ എടുക്കണമെങ്കിൽ ആ രീതിയിലും എടുക്കാമേ. ഇനി നമ്മൾക്ക് ചെറിയ ഉള്ളിയൊക്കെ ചെറുതായിട്ടൊന്ന് വഴന്ന് വരുമ്പോഴത്തേക്കും ചിക്കൻ ഇട്ട് കൊടുത്തിട്ട് അതിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ടൊന്ന് ഇളക്കിയെടുക്കാമേ. ഇനി നമുക്കതൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ അങ്ങ് ഇട്ടിരുന്നാൽ മതി, വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കണ്ട കേട്ടോ. അപ്പോൾ ഒരു 3-4 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് തുറക്കുമ്പോൾ ഇതാ കണ്ടോ, വെള്ളമൊക്കെ ആ ചിക്കനിൽ നിന്ന് തന്നെ നന്നായിട്ട് ഇറങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ ആ വെള്ളത്തിൽ കിടന്ന് വേണം ചിക്കനും ഒക്കെ വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് കേട്ടോ. ഇനി നമ്മൾ ബാലൻസുള്ള വെള്ളം നമ്മളിതുപോലെ ഒന്ന് വറ്റിച്ചെടുക്കണം. അപ്പോൾ കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അടച്ച് വെച്ച് നമ്മൾ വേവിക്കണമെന്നില്ല, വെള്ളം ഒന്ന് ചെറുതായിട്ടൊന്ന് വറ്റിച്ചെടുക്കണമേ. അതിനുശേഷം നമ്മൾ അരച്ച് വെച്ചിരുന്ന നമ്മുടെ തേങ്ങയുടെ കൂട്ടുണ്ടല്ലോ, അത് നമുക്കിതിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പം വെള്ളം ഒഴിക്കാനേ നിൽക്കരുത് കേട്ടോ, വെള്ളം ഒഴിക്കേ വേണ്ട. ആ ചിക്കനിൽ നിന്ന് ഇറങ്ങി വരുന്ന വെള്ളത്തിലാണ് ഇത് വെന്ത് കിട്ടേണ്ടത്. ഇനി നമുക്കിത് അടച്ച് വെച്ച് ഒന്ന് 2 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ചിരുന്നാൽ മതിയാവും. എന്നിട്ട് നമുക്കിതൊന്ന് ഇളക്കിയെടുക്കാമേ. ആ തേങ്ങയുടെ കൂട്ടൊക്കെ ആ ചിക്കനിലോട്ട് നന്നായിട്ട് പിടിക്കുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. തീ വളരെ കുറച്ചുകൊണ്ട് നമ്മളിത് ഇളക്കിയെടുക്കണേ. എന്നിട്ട് ലാസ്റ്റ് ആ ടൈം ആകുമ്പോൾ നമ്മളൊരു 1/2 ടീസ്പൂൺ ഗരം മസാല ഇട്ട് കൊടുക്കാം കേട്ടോ. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി എനിക്ക് കുറവായിരുന്നു ആ സമയത്ത് നോക്കിയപ്പോൾ, അതുകൊണ്ട് ഞാൻ കുറച്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നേ. അപ്പോഴേക്കും നമ്മുടെ അടിപൊളി ചിക്കൻ തോരൻ തൈയുടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതേപോലെ ഉണ്ടാക്കി കഴിച്ചിട്ടില്ലെങ്കിലും ഒരു തവണയെങ്കിലും നമ്മളിതിങ്ങനെ ഉണ്ടാക്കി കഴിക്കണം കേട്ടോ. എപ്പോഴും ചിക്കൻ വാങ്ങിക്കുമ്പോൾ നമ്മൾ കറിയൊക്കെ ആയിരിക്കുമല്ലോ വയ്ക്കുന്നത്. അപ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇതേപോലെ ഒന്ന് തോരനൊക്കെ ഉണ്ടാക്കി ഒന്ന് നോക്കണം കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്, സൂപ്പറാണ്. ശരിക്കും പറഞ്ഞാൽ ഈ തോരനും കുറച്ച് മാങ്ങാച്ചാറോ നാരങ്ങാച്ചാറോ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ചോറൊക്കെ കഴിക്കാനായിട്ട് അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കണം. ഇഷ്ടമായെങ്കിൽ നമ്മുടെ ചാനൽ ഇതേവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ.